IIT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് തിങ്. IIT എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യത്തിൽ 6 മണിക്കൂറിൻ്റെ എക്സാമാണ്. നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ സാധനമാണ് റിപ്പീറ്റിന് പഠിക്കുന്നത്. അപ്പോൾ എൻട്രൻസിനായിട്ട് നമ്മൾ പ്രത്യേകം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഫുൾ മാർക്ക് കിട്ടിയൊരു കുട്ടി പല സ്ഥാപനത്തിൽ നിന്നൊക്കെ നല്ല സ്കോളർഷിപ്പ് കൊടുത്തു. പക്ഷെ അവസാനം നമുക്ക് വന്നു. പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ആ നീറ്റിൽ ഗ്രിപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് വിചാരിച്ചോ, എന്നിട്ട് കുട്ടി തീരുമാനിക്കുകയാണ് ഞാൻ ഇത്രയും കാലം ഒരുപാട് പഠിച്ചു, ഞാൻ MBBS ഒന്നും പഠിക്കുന്നില്ല, MBBS ഞാൻ ഫുള്ള് ചില്ല് ചെയ്ത് നടക്കാമെന്ന് വിചാരിക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടി അറിയാണ്ട് കുറച്ച് പഠിക്കും, അവർ പാസ്സാവും ചെയ്യും. തഫ്ഷീർ കുറേ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൽ കുറേ കിട്ടിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ IIT ഉണ്ടായിരുന്നു, അന്ന് തോന്നുന്നു FMC ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് CMC തിരഞ്ഞെടുത്തു? അതിലേക്ക് വരുന്നതിന് മുന്നേ ഏറ്റവും ടഫുള്ള എക്സാം എന്തായിരുന്നു? ഏറ്റവും ടഫുള്ള എക്സാം ഒബ്വിയസ്ലി IIT തന്നെയായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം? പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ ബാക്കിയുള്ള ഞാൻ ഇപ്പോൾ ഏകദേശം 10-13 എൻട്രൻസ് എഴുതിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പം അതിലെ ഒരുവിധം എല്ലാ എൻട്രൻസിൻ്റെ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീറ്റിൻ്റെ പാറ്റേൺ തന്നെയാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അതിൽ എഞ്ചിനീയറിംഗ് ടൈപ്പ് സൈഡിലോട്ടുള്ള എൻട്രൻസ് ആണെങ്കിൽ മാത്സ് വെയിറ്റേജ് കൂടുതലുണ്ടാവും, ഇതിൽ ബയോളജിയിൽ വെയിറ്റേജ് കൂടുതലുണ്ടാവും. പക്ഷേ IIT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹോൾ ഡിഫറെൻറ്റ് തിങ്. IIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യത്തിൽ 6 മണിക്കൂറിൻ്റെ എക്സാമാണ്. രാവിലെ തൊട്ട് ഉച്ചവരെ 3 മണിക്കൂർ, പിന്നെ 3 മണിക്കൂർ, 2 സെഷൻ ഉണ്ടാവും. അതിൽ തന്നെ ഈ നമ്മുടെ നീറ്റിന് ചോദിക്കുന്ന സിംഗിൾ ഓപ്ഷൻ കറക്റ്റ് അതിലൊരു ഭാഗം മാത്രമാണ്. സിംഗിൾ ഓപ്ഷൻ കറക്റ്റ് ഒരു ഭാഗം, അതുപോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻ കറക്റ്റ് ഒരു ഭാഗം ഉണ്ടാവും. മെട്രിക്സ് മാച്ച് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. മെട്രിക്സ് മാച്ച് പറഞ്ഞാൽ നമ്മൾ മാച്ച് ദ ഫോളോയിങ്ങിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഫോം. എക്ക് 1 ആൻസർ ആവാം, എക്ക് 2ഉം 1ഉം 2ഉം 3ഉം ആൻസർ ആവാം, എക്ക് 1ഉം 2ഉം 3 അങ്ങനെ. അപ്പോൾ എല്ലാം കറക്റ്റ് ആയാലും മാർക്ക് കിട്ടുള്ളൂ. അടുത്ത് ഇൻഡിജർ ടൈപ്പ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇൻഡിജർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 9 വരെ ഓപ്ഷൻ ഉണ്ടാവും. ഒരു ചോദ്യത്തിന് 10 ഓപ്ഷൻ ഏതും കറക്റ്റ് ആവും. അപ്പോൾ ഒരു ചോദ്യത്തിന് 10 ഓപ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ എൻട്രൻസ് എന്ന് കുറച്ച് ലെവൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു മെഡിസിൻ എൻട്രൻസ് ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് എനിക്ക് IIT പേപ്പർ നല്ല രസമെന്ന് കാണാൻ. പിന്നെ എനിക്ക് IIT ചെയ്തുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് 0 സ്ട്രെസ്സാണ്. കാരണം ഞാൻ IITക്ക് എന്തായാലും ഞാൻ IIT പോകാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് IIT ചെയ്തുമ്പോൾ ഒരു നഷ്ടം, എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ലാഭം, ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം എന്താ വെച്ചാൽ IIT സൂപ്പർ കൂൾ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ IIT കിട്ടിയത്. കാരണം ഇങ്ങനെ പറഞ്ഞല്ലേ, ഇത് പോവാണെങ്കിൽ പോയിക്കോട്ടെ, ആ ഒരു സാധനമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ആ ഒരു റെഗുലർ ഇക്വേഷൻസും സാധനങ്ങളൊക്കെ ഇപ്പോൾ എന്താ പറയുക, ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിലും മെക്കാനിക്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂഷ്വലി പഠിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഒരു ചോദ്യത്തിൽ തന്നെ നമ്മൾ 4-5 ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഏത് കൊല്ലം ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഒരു ട്രോളിങ്ങിനെ പോകുന്നുണ്ട്, ആ ട്രോളിയിൽ നമ്മൾ ഒരു പ്രൊജക്ടൈൽ ഫയർ ചെയ്തു. എന്നിട്ട് ആ പ്രൊജക്ടൈൽ ഫയർ ചെയ്തിട്ട് അത് പോയിട്ട് വേറൊരു മൂവിങ് ട്രോളി ഉണ്ട്, ആ ട്രോളിയിൽ ഒരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിൽ പോയിട്ട് ഈ സാധനം പോയി വീണു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി എത്രയാണ്? അപ്പം വണ്ടിയിലെ കോൺസെപ്റ്റ്, 2Dയിലെ കോൺസെപ്റ്റ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ കോൺസെപ്റ്റ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് സംഭവം. പക്ഷേ ടഫ് ആ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IIT വെച്ചിട്ട് ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറേ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ്, നീറ്റിന് പോലും വരാത്ത ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്ക് ഇപ്പോൾ നമുക്ക് നീറ്റിന് നമുക്കൊരു അറിയാം ഒരു ലെവൽ 3 ഒക്കെയാണ് വരിക എന്നുള്ളത്. ലെവൽ 4ഉം 5 ഒക്കെ ആകുമ്പോൾ IIT വരുന്നുണ്ടാവും. അപ്പോൾ ഈ ലെവൽ 4ഉം 5ഉം ചെയ്ത ആൾക്കാർക്ക് ഈ ലെവൽ 3യിലേക്ക് ഹെൽപ്ഫുൾ ആണ്. ഇനീഷ്യൽ പാർട്ട്, ഒരു പ്രിപ്പറേഷൻ ഇനീഷ്യൽ പാർട്ടിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് വരുന്നുള്ളതല്ലേ? അതായത് ബേസിക് കഴിഞ്ഞിട്ട് ബേസിക് നമ്മൾ ഫസ്റ്റ് ബേസിക് തീർക്കാണ്ട് മുന്നോട്ട് ഒരു കാര്യം. കാരണം നിങ്ങളിപ്പോൾ 4 ലെവൽ 4 ലെവൽ 5 IIT നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ, പക്ഷെ നിങ്ങൾ ബേസ് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ സ്ലൈറ്റ് വേരിയേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ബേസ് സ്ട്രോങ് ആയി നമുക്ക് അങ്ങോട്ടും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ബേസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കുട്ടി ഒരു എന്താ പറയുക വണ്ടിയിൽ നിന്ന് ഒരു 150 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെന്നിരിക്കുക. അപ്പോൾ വണ്ടിയിൽ 150 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നീറ്റിന് ചോദിക്കാനുള്ള ഒരുവിധം പാറ്റേൺ ഒക്കെ ഈ 150 ക്വസ്റ്റ്യനിൽ കാണും. അപ്പോൾ പിന്നെ ഇരുന്നിട്ട് ഇതേ ഇപ്പോൾ ആദ്യം നിങ്ങൾ അരിഹന്ത് എടുത്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ MTGൻ്റെ വീണ്ടും എടുത്തിട്ട് ലെവൽ 1 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത്. കാരണം വ്യത്യാസം ഉണ്ടാക്കാൻ പോകുന്നത് നമ്പേഴ്സ് മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ലെവൽ 1 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് നിങ്ങൾ തോന്നിയെങ്കിൽ ലെവൽ 2 കയറുക, ലെവൽ 2 സ്ട്രോങ് ആണെന്ന് ലെവൽ 3 കയറുക. അങ്ങനെ ഗ്രാജുവൽ ഇൻക്രീസ് ആയി കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളിപ്പം നീറ്റൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ ഒരു ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ ചാപ്റ്ററും സോൾവ് ചെയ്യുന്നത് വിചാരിച്ചോ. നീറ്റിന് ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ ലെവൽ 2 ലെവൽ 1 ആയിരിക്കും. 3 ഒക്കെ സിംപ്ലി റാങ്ക് ഡിറ്റർമിനന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ലെവൽ 3 എല്ലാ ക്വസ്റ്റ്യൻസും ലെവൽ 3 സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് നീറ്റൊക്കെ പേപ്പർ കിട്ടുമ്പോൾ സിമ്പിൾ ആയിരിക്കും. അപ്പം ഇതേപോലെ തന്നെ ഇപ്പോൾ IIT ഒക്കെ എഴുതുന്ന സമയത്ത് IITൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എനിക്ക് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, അന്ന് നീറ്റിന് APMT എന്നാണ്. APMTൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെയും പ്രശ്നമൊന്നും ബയോളജിയാണ്. എനിക്ക് എപ്പോഴും മാർക്ക് വരില്ല ബയോളജി. ഫിസിക്സ് കെമിസ്ട്രി എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവും.
അപ്പം +2ൻ്റെ കൂടെയാണ് തബ്ഷീർ ഇത്രയും എൻട്രൻസ് ഒക്കെ ക്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ 10ാം ക്ലാസ് ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കിപ്പം ഇന്നത്തെ കാലത്ത് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇൻറ്റഗ്രേറ്റഡ് സ്കൂളൊക്കെ നമുക്ക് ഡോപ്പൊക്കെ അടക്കം കുറേ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ തബ്ഷീർ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിൽ പോകാതെയാണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിനേക്കാൾ എഫക്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവരോട് എന്താ പറയാനുള്ളത്? ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2ൻ്റെ കൂടെ തന്നെ എനിക്ക് എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ പുറത്തെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട? ഒരു സിംഗിൾ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ സാധനമാണ് റിപ്പീറ്റിന് പഠിക്കുന്നത്. അപ്പോൾ എൻട്രൻസിനായിട്ട് നമ്മൾ പ്രത്യേകം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ നമ്മുടെ സമയത്ത് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ എന്നൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനത്തെ ഒരു റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും എൻട്രൻസിനും കൂടിയിട്ട് ഒരു കോമൺ, ഇപ്പോൾ ഞങ്ങളുടെ സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നമുക്ക് ബോർഡ് എക്സാമിനുള്ള പഠിപ്പിച്ചു തരും, എൻട്രൻസ് കോച്ചിങ് സെന്റർ നമുക്ക് എൻട്രൻസിൽ പഠിപ്പിച്ചു തരും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടിയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്ന ആൾക്കാർ തന്നെ ഇത് ബോർഡിനും എൻട്രൻസിനും കൂടി എങ്ങനെയാണ് ഇത് കോമൺലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. കാരണം അതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോർഡ് എക്സാം എഴുതാൻ പറ്റും, എൻട്രൻസ് എഴുതാൻ പറ്റും. എൻട്രൻസ് എഴുതാൻ പറ്റിയാൽ മതി നമുക്ക്. എൻട്രൻസ് എഴുതാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബോർഡ് എക്സാം എഴുതാൻ പറ്റും. ചില പാരൻസിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവില്ല കുട്ടികൾ എടുക്കുന്ന സമയത്ത്. അപ്പം ബോർഡ് എക്സാം പഠിക്കുന്ന നമ്മുടെ ബോർഡ് എക്സാം നമ്മൾ അത്ര കോൺസെൻട്രേഷൻ കൊടുക്കലില്ല. ലാംഗ്വേജ് ഒക്കെ ലാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം A+ പോവില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഈ A+ മാത്രം ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥലത്ത് പോയി പിന്നെ സ്കൂളിൽ പോയി അവിടെ A+ ഫുൾ മാർക്ക് കിട്ടും. ഇപ്പം ഇവൻ്റെ കഴിവിനനുസരിച്ച് ഫുൾ മാർക്ക് കിട്ടും. തൊട്ടപ്പുറത്തെ എൻട്രൻസ് +1 +2 പഠിച്ചാലും മതി. പിന്നെ 1 2 3 കൊല്ലം പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, A+ മെൻറ്റാലിറ്റി കുട്ടികളെ കുറേ കാര്യത്തിൽ ഇമ്പ്രൂവ്ഡ് ആയി. പണ്ടിപ്പോൾ പ്രഷർ കൊടുക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ്ഡ് ആയി. അതിൻ്റെ കൂടെ തന്നെ ഈ A+ മെൻറ്റാലിറ്റി പാരൻസിന് എന്ത് ചെയ്യണം? ഇമ്പ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആവും. A+ മെന്റാലിറ്റിയിൽ ഇപ്പം നീ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ കാര്യം A+ൽ കാര്യമില്ല. ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ 10ലെയും +2ലെയും A+ കാര്യങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ്. അതായത് A+ നിങ്ങൾക്ക് താനെ വരും. നിങ്ങൾ A+ നോക്കണ്ട. ആ A+ നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൈം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ A+ താനെ വരും. അപ്പം അതിലങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി ആയിട്ട് പോയി ലാംഗ്വേജ് സബ്ജക്ട്സിനായിട്ട് എക്സ്ട്രാ ഒരു എഫേർട്ട് ഇടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ അവിടെ സേവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്താ കിട്ടും? ഇപ്പം ലാംഗ്വേജ് സബ്ജക്റ്റിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് എക്സ്ട്രാ മാർക്ക് വാങ്ങാം. പക്ഷേ അവിടെ നമ്മൾ ആ എക്സ്ട്രാ മാർക്ക് നമ്മൾ അവിടെ സാക്രിഫൈസ് നമ്മൾ സേവ് ചെയ്യുന്നത് എന്താ? നമ്മൾ 1-2 വർഷങ്ങളാണ് റിപ്പീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട വർഷങ്ങളാണ് നമ്മൾ ഒഴിവാക്കിയിട്ട്. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ എന്നാലൊരു ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടാവും. +2 ഫുൾ മാർക്ക് കിട്ടിയ നമ്മളങ്ങനെ സ്കോളർഷിപ്പ് അങ്ങനെ +2 ബേസ് ചെയ്തിട്ട് സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കാറില്ല റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ നമുക്കൊരു പരിചയമുള്ള ഒരാൾ ഒരു ഫുൾ മാർക്ക് കിട്ടിയൊരു കുട്ടി പല സ്ഥാപനത്തിൽ നിന്നൊക്കെ നല്ല സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്തു. പക്ഷേ അവസാനം നമുക്ക് വന്നു. പക്ഷെ ആ കുട്ടിക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ആ നീറ്റിൽ ഗ്രിപ്പ് കിട്ടിയിട്ടില്ല. 1200 മാർക്ക്. ഗ്രിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ 90% 85% ആൾക്കാർ എന്ത് ചെയ്തു? ഗ്രിപ്പ് കിട്ടിയപ്പോൾ 650 മുകളിൽ മാർക്ക് വാങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ പറയുന്ന ലെവൽ 1 അല്ലെങ്കിൽ ആ ബോർഡ് ലെവലിൽ നന്നായിട്ട് പഠിച്ചു. അതിൽ ഫുൾ മാർക്ക് കിട്ടാൻ അതിൻ്റെ ഗൈഡുകളും ലൈവുകളും കണ്ടു. അതിൽ ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവും. ലാംഗ്വേജ് അടക്കം ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണല്ലോ, ബൈഹാർട്ട് പഠിക്കേണ്ടി വരും. പക്ഷേ ആ പ്രാക്ടിക്കലി എങ്ങനെയാണ് ആ സാധനം ചെയ്യാൻ? ഇപ്പോൾ ആസിഫ് പറഞ്ഞ കുട്ടിയില്ല, ഈ കുട്ടി ഇപ്പം ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത്, ഈ കുട്ടി മിക്കവാറും ഇപ്പോൾ നീറ്റിൻ്റെ എനിക്ക് അറിയില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ്. പക്ഷെ എന്നാലും യൂഷ്വലി ഇങ്ങനെ കാണാറുള്ള ട്രെൻഡ് എന്താ? ചിലപ്പോൾ ബോർഡിന് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എൻട്രൻസിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം അധികം കൂടെ ബൈഹാർട്ടിംഗ് ആണ് നടന്നത്. ഇപ്പം എക്സാമ്പിൾ ന്യൂട്ടൻ്റെ 3rd ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പം പറഞ്ഞു ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയും. പക്ഷെ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആ കുട്ടിക്ക് മനസ്സിലായി. എന്തിനാണ് ന്യൂട്ടൻ്റെ 3rd ലോ നമ്മൾ പഠിക്കുന്നത്? എങ്ങനത്തെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ന്യൂട്ടൻ്റെ 3rd ലോ നമുക്ക് അപ്ലിക്കബിൾ ആവുക? അത് അറിയുന്ന കുട്ടിയാണ് ഇപ്പോൾ 85-90%. ആ കുട്ടിക്ക് ചിലപ്പം ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് റിയാക്ഷൻ എഴുതിയാൽ ചിലപ്പം സ്പെല്ലിംഗ് തെറ്റിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കുട്ടിൻ്റെ മാർക്ക് 85 ചെയ്തത്. പക്ഷേ കുട്ടിക്ക് അറിയാം ന്യൂട്ടൻ്റെ 3rd ലോ എന്തിനാണ് പഠിക്കുന്നത്, ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. അത് അറിയുന്ന കുട്ടികൾ എൻട്രൻസിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് സ്റ്റിക്ക് ഓൺ ടു ബേസിക്സ്. യെസ്, ബേസ് വേണം. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ഇപ്പം സ്കൂളിൽ വരുന്ന പിള്ളേർ വരും അഡ്മിഷൻ വരും. ഇപ്പോൾ നമ്മൾ പറയും ഒരു മാസം വെക്കേഷൻ ഉണ്ടല്ലോ, 10ാം ക്ലാസ് SLC എക്സാം ആയിട്ട് പോവുക, 8, 9, 10 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് വായിച്ച് പഠിച്ച് വരിക. അതെന്താ നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈസിയാണ് എന്ത് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് ക്ലിക്കാവും ചെയ്യും. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നന്നായി പഠിച്ച ആൾക്കാർക്ക് 8, 9 ഇതൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആണ് +1 +2. അത് വൃത്തിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമാണല്ലോ.
അപ്പം അതെന്ത് ചെയ്യാം പിന്നെ ചെയ്യണം. ശരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ എല്ലാ സബ്ജക്റ്റിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫിസിക്സിലാണെന്നുണ്ടെങ്കിലും കെമിസ്ട്രിയിൽ പീരിയോഡിക് ടേബിൾ, ഓർഗാനിക് കെമിസ്ട്രി, ബയോളജിയിലാണെന്നുണ്ടെങ്കിൽ എല്ലാ സിസ്റ്റം എല്ലാത്തിന്റെ സാധനവും 10 വരെയത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്റ്റൻഷൻ മാത്രമേ. അപ്പം കോളേജിൽ പിന്നെ ഇപ്പോൾ അത്യാവശ്യം +1 +2 അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കോളേജിൽ പോയത്. കോളേജിൽ നമ്മൾ അത്രയും സ്പെൻഡ് ചെയ്തതിൻ്റെ വർത്ത് ഉണ്ടായിരുന്നു കോളേജിൽ, കാലിക്കറ്റ് കോളേജിൽ? എങ്ങനെയായിരുന്നു കോളേജ് ലൈഫ്? അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നുന്ന തബ്ഷീർ ഫുട്ബോൾ പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം +1 +2 കളിക്കുമായിരുന്നു. ഇപ്പം തബ്ഷീർ ഫുട്ബോൾ കളിക്കലുണ്ട്. ഇപ്പം ഈ രണ്ട് ഇതിലും ഭയങ്കര ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് +1 +2 ഒരു ആവറേജ് പ്ലെയർ ആയിരുന്നു, ഇപ്പം കുഴപ്പമില്ലാത്ത കളിക്കുന്നുണ്ട്. അപ്പം ആ രണ്ട് കഥകളൊക്കെ എങ്ങനെയാണ് ഫുട്ബോളിൽ ഇത്ര ഇഷ്ടപ്പെട്ട് ഇമ്പ്രൂവ് ആയത്, പ്ലസ് പിന്നെ എങ്ങനെയായിരുന്നു കോളേജ് ലൈഫ്? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ എൻട്രൻസ് കിട്ടി. അപ്പോൾ എൻട്രൻസ് കിട്ടിയപ്പോൾ എനിക്ക് എയിംസും AFMC ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം എന്ന് ആഗ്രഹം. കാരണം നമ്മളിങ്ങനെ നമുക്ക് ഓർമ്മയില്ല, അവിടെ എൻട്രൻസ് ഇപ്പോൾ പഠിക്കുമ്പോൾ എയിംസ് AFMC പറഞ്ഞ വലിയ സംഭവമാണ്, ആ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം കോഴിക്കോടൊന്നും വലിയ വില ഒന്നും ഇല്ലായിരുന്നു, കോഴിക്കോട് എനിക്ക് വേണ്ടാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷേ പിന്നെ എന്താ പറയുക, എൻ്റെ ഇനീഷ്യലി ഞാൻ കോഴിക്കോട് ചൂസ് ചെയ്യാൻ കാരണം ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരുടെ ഒരു ഇത് കാരണമാണ്. അപ്പോൾ വീട്ടുകാർക്ക് എന്താ വെച്ചാൽ ഞാൻ അടുത്ത് വേണം അങ്ങനത്തെ ഒരു. പിന്നെ എനിക്കും നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ ഇവിടുത്തെ ടീമിനെ പറ്റിയൊക്കെ വരുന്നതിന് മുമ്പേ അന്വേഷിച്ചു, സീനിയേഴ്സ് വഴിയൊക്കെ എങ്ങനെയുണ്ട് കോഴിക്കോട് ഫുട്ബോൾ ടീം. കാരണം ഫുട്ബോൾ കളിക്കണം നല്ല ആഗ്രഹം. ഒന്നാമത്തെ കാരണം +2 വരെ കാര്യമായിട്ട് അന്നും കളിക്കുമായിരുന്നു, പക്ഷേ പറഞ്ഞ പോലെ കുറേ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങും സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ കളിക്കാൻ ചാൻസ് ഇട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കോളേജിൽ എത്തുമ്പോൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മെയിൻ പ്രയോറിറ്റി ആയിട്ട് വെച്ചിരുന്നു. അപ്പോൾ കോഴിക്കോടിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അത് അടിപൊളിയാണ്, പിന്നെ വീടിൻ്റെ അടുത്താണ്, കുറേ ഫ്രണ്ട്സ് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനേക്കാളും വീട്ടുകാരുടെ ഒരു ഇഷ്ടം കാരണമാണ് ഞാൻ കോഴിക്കോട് പ്രിഫർ ചെയ്തത് ഇനീഷ്യലി. പക്ഷേ അത് കയറിയൊരു 1.5 മാസം കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, വളരെ നല്ല തീരുമാനമാണ് എടുത്തത് കോഴിക്കോട് എടുത്തത് എന്നുള്ളത്. കാരണം ഒന്നാമത് നമ്മുടെ കൾച്ചർ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് മെജോറിറ്റി. അപ്പം നമുക്കൊരു പ്രത്യേക ചേഞ്ച് ഇൻ കൾച്ചർ ഇല്ല, ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നമുക്ക് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ടിനുണ്ടാവും. അപ്പം ആ രീതിയിലാണ് കോഴിക്കോട് എത്തിയത്. പിന്നെ ഞാനിപ്പം എന്താ പറയുക, ഇപ്പോൾ MBBS കഴിഞ്ഞപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഏതൊരാളും എന്നോട് വന്ന് ചോദിച്ചു കഴിഞ്ഞാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ചതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സെർട്ടൻലി എൻ്റെ ഉള്ളിലും നമ്മളെല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം എത്ര വലിയ ഇപ്പം ഒരുപാട് കേസ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. പക്ഷേ ഏതൊരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഒരു തിരക്കായിട്ട് തോന്നാറില്ല. കാരണം ഞങ്ങൾ അത്രയും വലിയ തിരക്ക് ഇവിടെ കണ്ടിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പം നമ്മളിപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി അഡ്മിഷൻ എടുത്ത് വിചാരിച്ചോ, എന്നിട്ട് കുട്ടി തീരുമാനിക്കുകയാണ് ഞാൻ ഇത്രയും കാലം ഒരുപാട് പഠിച്ചു, ഞാൻ MBBS ഒന്നും പഠിക്കുന്നില്ല, MBBS ഞാൻ ഫുള്ള് ചില്ല് ചെയ്ത് നടക്കാമെന്ന് വിചാരിക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടി അറിയാണ്ട് കുറച്ച് പഠിക്കും, അവർ പാസ്സാവും ചെയ്യും. കാരണം എന്താ വെച്ചാൽ അത്രയും പേഷ്യൻസും നമ്മുടെ ചുറ്റുപാടും അതാണ്. കാരണം നമ്മുടെ ചുറ്റുപാടും പഠിക്കുന്ന കുറേ ഫ്രണ്ട്സാണ്. എവിടെ നോക്കിയാലും വാർഡിൽ ബെഡില്ല, വരാന്തയിൽ പേഷ്യൻസ്, എവിടെ നോക്കിയാലും സയൻസ്, എവിടെ നോക്കിയാലും സിംറ്റംസ്, എവിടെ നോക്കിയാലും നമ്മൾ ബുക്കിൽ പഠിച്ച കേസസ്. അപ്പം ഇങ്ങനത്തെ ഒരു കോളേജിൽ പഠിച്ച ഒരു അഡ്വാൻറ്റേജ് ശരിക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ കുട്ടിയും ഡെഫിനറ്റ്ലി കാണിക്കും. അതേപോലെ തന്നെ കോളേജ് ലൈഫോ കളർഫുൾ സാധനം വേറെ ഉണ്ടല്ലോ സാർ. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ മറ്റൊരു തോന്നുന്നു നിൽക്കുന്നത്, ഇപ്പോൾ ഫുട്ബോൾ ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ നമ്മുടെ നാട്ടിൽ കളിക്കുന്ന അത്ര കളിയൊന്നും വരില്ല. എന്തായാലും എല്ലാം എൻട്രൻസ് കിട്ടി പഠിച്ച് വരുന്ന പോലെയല്ലേ, ഒക്കെ കണക്ക് തന്നെ ആയിരിക്കും. കുറേ ആർക്കും അങ്ങനെ വലിയ സ്പോർട്സിലായാലും ആർട്സിലായാലും ഇലക്ഷൻ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയതൊന്നും ഉണ്ടാവില്ല എന്ന് ഇനീഷ്യലി വിചാരിച്ചിരുന്നത്. പക്ഷെ ഫസ്റ്റ് ദിവസം ക്യാമ്പിന് പോയപ്പോൾ തന്നെ, ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ തന്നെ എനിക്ക് ആ സാധനം മാറി. അതായത് കളിക്കാൻ അറിയാത്തവരൊന്നുമല്ല, ഇവിടെ നന്നായിട്ട് കളിക്കുന്നവരാണ്. നമ്മളെ ജില്ലാ ലീഗിൽ പോലീസ് ടീമിൻ്റെ കൂടെയും ഗുരുവായൂരപ്പൻ കോളേജിൻ്റെ കൂടെയും ഫറൂഖ് കോളേജിൻ്റെ കൂടെയൊക്കെ A ഡിവിഷനിൽ കളിക്കുന്ന ടീമാണ് മെഡിക്കൽ കോളേജ് ടീം എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അതേപോലെ ആർട്സ് ആണെന്നുണ്ടെങ്കിലും വളരെ നല്ല റിസൾട്ട്സ് ആണ് ഉണ്ടാക്കാറുള്ളത്. ഇന്റർമെഡ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പം ഒരുപാട് ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ബ്യൂട്ടി ക്വീൻസ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഭയങ്കര ക്രിയേറ്റീവ് സ്പേസ് ആണ് ശരിക്കും കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 വർഷം ഇപ്പം തബ്ഷീർ 2 വർഷം പഠിച്ചു, നമ്മൾ പിന്നെ 1 വർഷം മാക്സിമം, പിന്നെ 3 കൊല്ലം നമ്മൾ പഠിച്ചു. ഇതൊക്കെ പഠിച്ചിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എല്ലാ ഒരു 360 ഡിഗ്രിയിലും എന്താണ് അഡ്വാൻറ്റേജാണ്. അക്കാഡമിക്സിലായിക്കോട്ടെ, നമ്മളെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ, പേഴ്സണൽ ഗ്രോത്തിലായിക്കോട്ടെ, മറ്റു സ്കിൽ ഡെവലപ്മെൻറ്റിലായിക്കോട്ടെ, പൊളിറ്റിക്സ്, സ്പോർട്സ്, ആർട്സ് എല്ലാത്തിലും ശരിക്കും ഇവിടെ വരുന്നവരെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് വലത് റൈറ്റ് ലെഫ്റ്റ് LDL കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഈ സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലെന്ന്. ലൈക്ക് ഇത് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്താ വ്യത്യാസം, ഇതെന്ത് ഇടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്താഗതി എന്താണ്, വലതെന്ന് പറഞ്ഞാൽ അവരുടെ ചിന്താഗതി എന്താണ്, സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. കാരണം എനിക്ക് +2 വരെ എനിക്ക് സയൻസും മാത്സും മാത്രം പഠിക്കാൻ അറിയുന്നുണ്ടെന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ക്യാമ്പസ് പൊളിറ്റിക്സും അതിൻ്റെ വശങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പൊളിറ്റിക്സിന് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ഇവിടെ എത്തിയതിനു ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ പിന്നെ MBBS കഴിഞ്ഞു. ഞാൻ ഫുട്ബോളിൻ്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുട്ബോളിൽ ഇപ്പോൾ ഒരു വ്യത്യാസം പറഞ്ഞില്ല, അത് ശരിക്കുള്ള വ്യത്യാസം തന്നെയാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, 6 വർഷം നമ്മളെ കോളേജിൽ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചിട്ടുണ്ട്.
അതായത് നമ്മുടെ കോളേജിലെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ക്യാമ്പ് എനിക്ക് പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, സ്കൂളുണ്ട്, മദർസ് ഉണ്ട്, കോച്ചിങ് ഉണ്ട്, ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ക്യാമ്പിങ്ങിന് ഹാർഡ്ലി അരമണിക്കൂർ കിട്ടും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു പ്രൊഫഷണൽ, ഇപ്പോൾ നമുക്ക് ഫുട്ബോളിലൊക്കെ കുറച്ചും കൂടി താല്പര്യം, ഫുട്ബോൾ ഇപ്പോൾ ഞാൻ ഫുട്ബോൾ ആയതുകൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റും. പാസിഫ് ക്രിക്കറ്റ് കളിച്ചിരുന്നു. അങ്ങനെ ഏത് ഇതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 6 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ ഞാൻ തീരെ കളിക്കാൻ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും അയാൾക്ക് 6 വർഷം പ്രോപ്പർ ക്യാമ്പ്, അതായത് നല്ല കോച്ചസ്, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത്, ഫിറ്റ്നസ് നോക്കിയിട്ട്, നമ്മുടെ എജിലിറ്റി നോക്കിയിട്ട്, നമ്മുടെ പൊസിഷൻ നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് നമുക്ക് വേണ്ട പേഴ്സണലൈസ്ഡ് ക്യാമ്പ് തരാണ്. അപ്പോൾ അതാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ക്വാളിറ്റീസും സ്കില്ലും എന്തായാലും ഡെവലപ്പ് ആയി പോകും. എത്ര കളിക്കാരാണെങ്കിലും കളിച്ചു പോകും. അത് ഭയങ്കര കാര്യമാണ്. നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നുള്ളതല്ല, നമുക്ക് പ്രോപ്പർലി ഒരു കോച്ചിങ്ങോ പ്രോപ്പർലി ട്രെയിനിങ്ങോ കിട്ടി, അത് ഏത് പ്രായത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ടാലൻറ്റഡ് ആകാൻ പറ്റും. അതിന് പണി ഇങ്ങനെ എടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഒന്നും കളിക്കാൻ പോകുന്നത് പിന്നെ ഒരു വീഡിയോ എടുക്കാനൊക്കെ വിളിക്കുന്ന സമയത്ത് കളിയാണ്, ഫുട്ബോളാണെന്ന് പറയുമ്പോൾ അതൊരു ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗ്രോത്ത് വരും. അപ്പോൾ അങ്ങനെ കോളേജും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ PG ഇപ്പം ജനറൽ മെഡിസിനാണ് PG ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് ജനറൽ മെഡിസിൻ എടുക്കാനുള്ള കാരണം? ജനറൽ മെഡിസിൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കാരണം എനിക്ക് സർജിക്കൽ ഇഷ്ടമല്ല. അപ്പോൾ MBBS എന്ന് പറഞ്ഞാൽ തന്നെ ബാച്ചിലർ ഓഫ് മെഡിസിൻ, പണ്ട് തഫ്സീർ പറഞ്ഞ സാധനമുണ്ട്, നമ്മൾ മറ്റേ ഈ MCQ ചെയ്യുന്ന സമയത്ത് ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട്, അതേപോലെ തന്നെയാണ് ആദ്യം അത് ഒഴിവാക്കി പിന്നെ നോക്കിയാൽ മതിയല്ലോ എന്നല്ലേ. അതന്നെ ഞാൻ ഇവിടെയും ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സർജിക്കൽ സാധനങ്ങൾ ഇഷ്ടമല്ല മാത്രമല്ല എൻ്റെ കഴിവ് വഴങ്ങൂല. എനിക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ, 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ചിലർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ലോണം എഴുതുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ഫ്യൂച്ചർ ചെയ്യാനും സർജറി ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ എൻ്റെ കൈ അങ്ങനെയല്ല, ഞാൻ ഫ്യൂച്ചർ ചെയ്യാനൊക്കെ പഠിച്ചതിനെ കുറേ സമയം എടുത്തിട്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സാധനം എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ആദ്യം മനസ്സിലായി. അപ്പോൾ ഇവനെ അത് കാര്യം ഉറപ്പിച്ച് എനിക്ക് മെഡിസിനാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ മെഡിസിനിൽ ഏതെന്നുള്ളത്, മെഡിസിൻ സൈഡിലോട്ടാണ് വേണ്ടതെന്നുള്ളത്. മെഡിസിനിൽ ഏതെന്നുള്ളത്, അപ്പോൾ മെഡിസിൻ ആസ് സച്ച് എന്നെ നന്നായിട്ട് എനിക്ക് എന്താ പറയുക, നല്ല എനിക്കൊരു ക്യൂരിയസ് എലമെന്റ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു കേസ്, പണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ തന്നെ കേസ് സോൾവ് ചെയ്യാണല്ലോ. ഓരോ പുതിയ പേഷ്യന്റ് വരുമ്പോൾ ഇപ്പോൾ സിമ്പിൾ, ഇപ്പോൾ പനി ജലദോഷമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് URT ഡയഗ്നോസ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവർക്കും പറ്റും. പക്ഷേ അതല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ സാർമാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി, ഇപ്പോൾ സാധാരണ ഒരു പെരിഫറിന്ന് നമ്മളെ പോലത്തെ ഡോക്ടേഴ്സൊന്നും കണ്ടിട്ട് കിട്ടാത്ത കേസ് നമ്മളൊരു സീനിയർ ഡോക്ടർ കാണുമ്പം അവരുടെ ഒരു പോകുന്ന ആ ചിന്താഗതിയും അവർ പഠിച്ച സാധനങ്ങൾ അപ്ലൈ ചെയ്യുന്നതും ആ ഒരു സാധനം ശരിക്കും എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. അതായത് എന്താ പറയുക, ഒരു ഡയഗ്നോസിന്റെ ഒരു സാധനം. എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ അങ്ങനെ പറയാൻ? എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടോ. ഇപ്പോൾ എന്താ പറയുക, നമ്മളൊരു ബേസിക്കലി ഒരു ഡിറ്റക്റ്റീവിന്റെ വർക്കാണല്ലോ എടുക്കുന്നത്. അതായത് കിട്ടുന്ന സയൻസ്, ഇപ്പം ഒരു പേഷ്യന്റ് വന്നിട്ട് അവരുടെ കുറച്ച് ഇത് പറയും. ഇപ്പം ഞങ്ങളുടെ സാറന്മാരൊക്കെ ഉണ്ട്, ഒരു അൺഎക്സ്പ്ലെയിൻഡ് ഫീവറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഏറ്റവും സീനിയർ സാറുണ്ട്, ഭാർഗവൻ സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും അൺഎക്സ്പ്ലെയിൻഡ് ഫീവറിന്റെ കേസ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഭാർഗവൻ സാറിന് കൺസൾട്ടേഷൻ വരും. കാരണം ഭാർഗവൻ സാറാണ് നമ്മളെ മെഡിസിൻ്റെ HOD. അപ്പോൾ സാർ ആ കൺസൾട്ടേഷൻ കാണാൻ പോകുമ്പം നല്ല രസം. കാരണം ചിലപ്പോൾ അതിന് മുമ്പ് ഞങ്ങളെ ആ കേസ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല സാർ ചിന്തിക്കുന്നത്. സാറിൻ്റെ അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും നോളജും സാർ ആ ചെറിയ സമയം കൊണ്ട് സാർ അതിലോട്ട് അപ്ലൈ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്കൊരു ഇഷ്ടം തോന്നിയ സബ്ജക്റ്റിനോടാവും. ഇപ്പോൾ ഈ ഒരു പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് പനിയായിട്ട് കണ്ടമാന സ്ഥലങ്ങളിൽ കാണിച്ചിട്ട് വരികയാണ്, പനി മാറുന്നില്ല, പല ടെസ്റ്റും ചെയ്തു, എല്ലാം ചെയ്തു, ഒന്നും കഴിഞ്ഞ് മാറില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കേസിനെ ഈ ടെസ്റ്റുകളുടെ സഹായമൊന്നും ഇല്ലാണ്ട് ക്ലിനിക്കലി ഒരു സാറ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം തരും. കാരണം പേഷ്യൻറ്റിനാണെങ്കിലും റിലീഫാണ്, നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചൊരു സാധനം അപ്ലൈ ചെയ്ത് വേറൊരാളുടെ ലൈഫിൽ നല്ല കാര്യം ഉണ്ടാക്കി. അത് നമുക്ക് എന്താണ് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് എക്സ്പീരിയൻസ് ആണ്. ദെൻ അതാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മെഡിസിനൊക്കെ എൻ്റെ ഡയഗ്നോസിസ് എലമെന്റ് വരുന്നതാണ് ശരിക്കും എന്നെ മെഡിസിനിലോട്ട് അട്രാക്ട് ചെയ്തത്. സർജറി പിന്നെ വേറെ തന്നെ ഒരു സാധനം, ചിലർക്ക് സർജറി ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ വരുന്ന സാധനങ്ങളാണ്. അത് ഓരോരുത്തർക്കും ഓരോ സാധനമാണ്. അപ്പം പിന്നെ എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും കയറാനുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഫ്യൂച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു അത്ര ക്ലാരിറ്റി ഇല്ല. എനിക്കിപ്പം മെഡിസിൻ സ്പെഷ്യാലിറ്റി കയറിയപ്പോൾ എനിക്ക് ഇഷ്ടമായ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് ന്യൂറോളജി ഇഷ്ടമാണ്, എനിക്ക് ക്രിട്ടിക്കൽ കെയർ ഭയങ്കര ഇഷ്ടമാണ്, ICU സ്പെഷ്യാലിറ്റി പോസ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ കുറച്ചും കൂടി ഞാൻ പറഞ്ഞു എനിക്ക് എപ്പോഴും കുറച്ച് റിവാർഡ് കിട്ടുന്ന സാധനം എനിക്ക് ഇഷ്ടം. അതിപ്പം എന്താ പറയുക, ഇപ്പോൾ പേഷ്യൻറ്റ് ഭയങ്കര സിക്കായിട്ട് വന്നു, തീരെ ശ്വാസം കിട്ടുന്നില്ല, നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്ത് ഡയാലിസിസ് ചെയ്തു, പേഷ്യൻറ്റ് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഇൻസ്റ്റന്റ് റിവാർഡ്, മറ്റേ കുറേ കാര്യം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് കുറച്ചും കൂടി, അപ്പം ക്രിട്ടിക്കൽ കെയർ ഞാൻ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പം കൂടെ ഇത്രയും സമയം ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ തഫ്സീർ തന്നു. ഡെഫിനറ്റ്ലി എനിക്ക് ഒന്ന് കറക്റ്റ് സമയത്ത് തന്നെയാണ് ഈ വീഡിയോ ഔട്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളെല്ലാവരും ഒരു മാസം അല്ലെങ്കിൽ 40 ദിവസം ആണ് ഇനി നീറ്റിന് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതും അതുപോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് ഏർലി സ്റ്റാർട്ടിനെ കുറിച്ചൊക്കെ തഫ്സീർ നന്നായിട്ട് പറഞ്ഞു. ഫൗണ്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. പിന്നെ തഫ്സീറിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ എന്തിൻ്റെ റെലവൻസ് എന്താണ്, ഈ തിരക്കിനിടെ എന്താണ് റെലവൻസ് എന്ന് പറഞ്ഞു. കോളേജ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു. അപ്പം A to Z കാര്യങ്ങൾ സംസാരിച്ചു. കുറച്ചും കൂടി ഇപ്പം ഡോക്ടർ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സമയം തുടങ്ങാനുള്ള കാരണം ഡോക്ടേഴ്സ് എന്തൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു മെത്തേഡ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ എന്നോട് നിയാസ്കൊക്കെ പറയും കുറച്ചും കൂടി ഏജുള്ള ആൾക്കാരെ ഡോക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത്
ഏറ്റവും വൈബ് മാച്ച് ആകുന്ന നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എപ്പിസോഡാണ് ഇത്. സോ വൺസ് അഗെയിൻ താങ്ക് യു തബ്ഷീർ. പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിനിടയിൽ നമ്മൾ കുറേ കാര്യങ്ങളായിട്ട് തബ്ഷീർ നിങ്ങൾക്ക് പിന്നെ നീറ്റിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിൽ ഇനിയും വരുന്നുണ്ടാവും. തബ്ഷീറിൻ്റെ ചാനലായിക്കോട്ടെ, ഡോപ്പിൻ്റെ ചാനലായിക്കോട്ടെ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബി ദെയർ. ഈ വർഷത്തെ നീറ്റ് പിന്നെ എങ്ങനെയെങ്കിലും നല്ലൊരു മാക്സിമം ഔട്ട്പുട്ടിലെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ നോക്കുക.